ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ സ്ലീവ്സ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യണം. പക്ഷേ സീം അലവൻസിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഇതിന് പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മുടെ സ്ലീവ്സിൻ്റെ അളവിൽ കട്ട് ചെയ്യുക, സീം അലവൻസ് ആഡ് ചെയ്യുക, പ്ലസ് 1 ഇഞ്ച് കൂടെ കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇത് പക്ഷേ സെൻറ്റർ കണ്ടോ, ഞാനൊരു വി പോലെ കട്ട് ചെയ്തില്ലേ, അതാണ് സ്ലീവ്സിൻ്റെ സെൻറ്റർ. ആ സെൻറ്ററിൻ്റെ ഇരുവശത്തേക്കും 3 പ്ലീറ്റ്സ് വീതം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ വേണമെങ്കിലും പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ, എനിക്കത് മതിയായിട്ടാണ്. അങ്ങനെ സ്ലീവ്സിൽ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞു. പിന്നെ ഷോൾഡർ ജോയിനിങ്ങിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ കണ്ടോ വി പോലെ കട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഇതിൽ എക്സ്ട്രാ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. ഇത് ബോബനാണ്, അതായത് ബോബനും കേസും നമുക്കറിയാലോ. ഇതിന് ത്രെഡ് മാതിരി ഇരിക്കുന്ന ഇലാസ്റ്റിക്കാണ് കേട്ടോ, നമുക്ക് ഷോപ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി ഈ ബോബന് വർക്ക് ചെയ്യണമെങ്കിൽ കേസ് ആണല്ലോ. നമ്മൾ കേസിനുള്ളിൽ നമ്മുടെ ബോബനെ പ്ലേസ് ചെയ്യണം. സാധാരണ നമ്മൾ അടിനൂല് ഇടില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഇത് നമ്മുടെ ത്രെഡ് എടുക്കുന്ന പോലെ എടുക്കണമെങ്കിൽ നമ്മുടെ എന്താ പേര് സ്ക്രൂ ലൂസ് ചെയ്യണം. സോ ഞാനിപ്പോൾ നമ്മൾ സാധാരണ അടിനൂല് എടുക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഈ സ്ലീവ്സ് ചെയ്യുന്നത് എൻ്റെ ജീൻസിൻ്റെ ടോപ്പിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അംബ്രല്ല കുർത്തിക്ക് ചെയ്യാം, പിന്നെ ഫ്രോക്കിനൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. സ്ലീവ്സിൽ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്ക്കാൻ പോകുന്ന സ്ലീവ്സിൻ്റെ എൻഡ് ഭാഗമാണ് കേട്ടോ. ഇത് ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ്, അതിലൂടെയാണ് ഈ 3 ലൈൻസ് വരച്ചേക്കുന്നത്. ആ ലൈൻസിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. സ്ലീവ്സിൻ്റെ നല്ല വശത്ത് ത്രെഡും മോശം വശത്ത് ഇലാസ്റ്റിക്കും വന്നോളും കേട്ടോ. സാധാരണ നമ്മൾ തയ്ക്കുന്ന പോലെ തന്നെ അടിനൂല് താഴെ ഭാഗത്ത് വരില്ലേ, അതുപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റിൽ സ്ലീവ്സ് ജോയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞു. ഇനി ഇതാണ് ഞാൻ പെയർ ചെയ്തേക്കുന്ന ഒരു പ്ലാസോൻ്റെ കൂടെയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.